ഇപ്പം മഴയും അതേപോലെ തന്നെ ചൂടുള്ളൊരു സമയമല്ലേ. അപ്പം ഈ ചെറിയ മാരുതി കാറുകൾ, അതായത് ആൾട്ടോ, വാഗണർ പോലുള്ള പഴയ മോഡൽ വണ്ടികൾ ഉപയോഗിക്കുന്നവർക്കുള്ളൊരു ചെറിയൊരു ടിപ്പാണ്. അപ്പം ഇതിൻ്റെ ECM പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരുന്നൊരു സമയമാണ് ഈ കാലാവസ്ഥ സമയത്ത്. പെട്ടെന്ന് ECM കംപ്ലയിൻറ്റ് വരും. എൻ്റെ ഇരിക്കുന്ന ആ മോഡലൊരു ECM ആണ്. ഇതേപോലെ കാല് വരുന്ന ടൈപ്പ്. ഇത് ആൾട്ടോ, വാഗണർ എല്ലാം ഒരു 2005 to 10 വരേക്കും വരുന്ന മോഡലിനകത്തെല്ലാം കോമൺ ആയിട്ട് വരുന്നൊരു ECM ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ചില സമയത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മീറ്ററിൻ്റെ ഡാഷ്ബോർഡിനകത്ത് നമുക്കൊരു MI ലാമ്പും അതേപോലെ തന്നെ ഒരു പൂട്ടിൻ്റെ പടവും വരും. ഇത് രണ്ടും നമുക്ക് ഇല്ലാത്തൊരു കണ്ടീഷനിലോട്ട് പോകും. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവത്തില്ല. ചില സമയത്ത് അത് വരും, വണ്ടി സ്റ്റാർട്ട് ആവും. അപ്പം എവിടെയെങ്കിലുമൊക്കെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിർത്തി കഴിഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴോ സ്റ്റാർട്ട് ആവാതൊരു കണ്ടീഷനിലോട്ട് പോയി. പെട്ടെന്ന് നമുക്കൊരു ECM സർവീസ് ചെയ്യാനോ ഒന്നും ഒരാളെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, അടുത്തൊരു മെക്കാനിക്കിനെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഈ ECM ഒന്ന് ഊരി മേടിച്ചിട്ട് ഞാൻ കാണിക്കുന്ന പോലെ ചെറിയ രീതിയിലൊരു ടിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് തൽക്കാലം അവിടുന്ന് ഓടിച്ച് നിങ്ങൾക്ക് അടുത്തൊരു വർക്ക്ഷോപ്പിലോട്ടോ അല്ലെങ്കിൽ ECM റിപ്പയർ ചെയ്യുന്നിടത്തോട്ടോ കൊണ്ടുപോകാൻ എത്തിക്കാൻ പറ്റും. അതൊരു പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല. ഇങ്ങനെയൊക്കെ പെട്ടുപോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രമുള്ളൊരു സാധനമാണ്. ഇത് കണ്ടുകൊണ്ട് ആരും വന്നിട്ട് ഇത് പെർമനൻറ്റ് സൊല്യൂഷനായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് പറയരുത്. ഇത് ജസ്റ്റ് ഒരു നമുക്ക് ഒരു എവിടെ ഒരു ചിലപ്പം നമ്മുടെ ഒരു ഭാഗ്യം അനുസരിച്ച് ചിലപ്പോൾ ഒരു 100 കിലോമീറ്റർ ചിലപ്പോൾ ഓടും, ചിലപ്പോൾ ഒരു 10 കിലോമീറ്ററിനകത്ത് ഓടും. ഇതിപ്പം നമ്മൾ ECM ഓണാക്കുകയാണേ. ഇത് ഓണാക്കാനുള്ള കണ്ടീഷൻ പറ്റത്തില്ല. ഇത് ECU ഏതാണെന്ന് പോലും ഇത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ജസ്റ്റ് നമ്മളിപ്പോൾ ഓണാക്കി ഇതാണ്ടേ, നമ്മുടെ ചെക്ക് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ചില സമയത്ത് ഇത് ഓണാവും. അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലമാണ് ഇതിനുള്ളത്. ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാവേ. ECMൻ്റെ ഒരു 4 സ്ക്രൂ ആണ് ഉള്ളത്. ഇത് ഒരു കഴിഞ്ഞാൽ നമുക്കിത് ബോർഡ് എടുക്കാൻ പറ്റും. ഒരു സ്റ്റാർ സ്കൂട്ടർ മതി. ഇതാണ് നമ്മുടെ കംപ്ലൈൻ്റ് ആയിട്ടുള്ള സാധനം. ഈ മെയിൻ പ്രോസറൈസറാണ് ഈ പ്രശ്നം നമുക്കുണ്ടാക്കുന്നത്. അപ്പോൾ ഇത് റീപ്ലേസ് ചെയ്താൽ ഈ പെർമനൻറ്റ് സൊല്യൂഷനാണ്, ഈ പ്രശ്നം തീരും. ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ബോർഡ് ഇളക്കി കയ്യിലെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ലൈറ്റർ വാങ്ങിക്കുക. ലൈറ്റർ വാങ്ങിയിട്ട് ഈ അടിയിൽ നിന്ന് ഈ പ്രോസസ്സറിന് നേരെ അടിഭാഗത്ത് ഇങ്ങനെ നല്ല രീതിയിൽ ഹീറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഇങ്ങനെ നല്ല രീതിയിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് തൽക്കാലം ഓണാക്കാൻ പറ്റും. ഇപ്പം ചൂടാക്കുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് വേണം ചൂടാക്കാനേ. ഇത് ഫുള്ളായിട്ടൊരു വാർണിഷ് കോട്ടിംഗ് ഉള്ളതാണ്. അപ്പം ക്ലോസറായിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതെന്ന് വെച്ചാൽ ആ കോട്ടിങ് പോകുന്നിടം വരെ വലിയ രീതിയിലുള്ള അപകടമൊന്നും ഉണ്ടാകത്തില്ലേ. അപ്പോൾ നമുക്കിതൊന്ന് ഓണാക്കി നോക്കാമേ. അപ്പോൾ നമ്മുടെ ECM വന്നിട്ട് ഓണായിട്ടുണ്ട്. ചെക്ക് ലൈറ്റ് വന്നിട്ടുണ്ട്, ഫ്യൂൽ പമ്പ് വന്നിട്ടുണ്ട്, മെയിൻ റിലേ ഓൺ ആയിട്ടുണ്ട്. നമ്മുടെ ECM വന്നിട്ട് സ്റ്റാർട്ടിങ് പൊസിഷനിലായിട്ട്. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ വേറൊരു രീതിയും കൂടെ ഞാൻ കാണിച്ചു തരാം. ECM ഇളക്കുക, ഒരു നല്ല വെയിലത്ത് ഒരു 2 മണിക്കൂർ കൊണ്ടുവന്ന് വയ്ക്കുക. ഇങ്ങനെ 2 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൽക്കാലം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു അവസരം കിട്ടും. അതുകൊണ്ട് കൊണ്ടുപോയി അടുത്തുള്ള മെക്കാനിക് ഷോപ്പിലോ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് കാണിക്കാനുള്ളൊരു അവസരം കിട്ടും. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.